ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ്വിതീയ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സുഭാഷിതങ്ങളാണ് അല്ലേ. സുഭാഷിതാനി കിം ബോധയന്തി, എന്താ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? അസ്മാഭിഹി കിം കർത്തവ്യം കിം ന കർത്തവ്യം ഇതി ബോധയന്തി. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള സുഭാഷിതം എന്ന് പറയുന്നത് പേജ് നമ്പർ 19 താഴെയുള്ളത്. തുടങ്ങാം നമുക്ക്. പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ വക്തവ്യം വചനേ കാ ദരിദ്രത. സ്പ്ലിറ്റ് ചെയ്യാം. പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ, തത് പ്ലസ് ഏവ, തദേവ വക്തവ്യം വചനേ കാ ദരിദ്രത. അതിൻ്റെ അന്വയം: സർവേ ജന്തവഃ പ്രിയവാക്യപ്രധാനേന തുഷ്യന്തി തസ്മാത് തദേവ വക്തവ്യം വചനേ കാ ദരിദ്രത. സർവേ ജന്തവഃ. ജന്തവഃ എന്ന് പറഞ്ഞാൽ എന്താ? ജന്തുക്കൾ. ജന്തുഹു, ജന്തു, ജന്തവഹയാണ്. ജന്തവഹ പ്രഥമ വിഭക്തി ബഹുവചനമാണ്. ജന്തുഹു ഉകാരാന്തമാണ് അല്ലേ. ഉകാരാന്തം ഊയിലല്ലേ അവസാനിക്കുന്നത്. ജന്തുഹു, ജന്തു, ജന്തവഹ. ജന്തുഹു, ജന്തു, ജന്തവഹ. ജന്തുവിന്റെ ക്രീച്ചറൊന്നോ അല്ലേ. ജന്തുക്കൾ നമുക്ക് പറയാറില്ലേ. ഇപ്പൊ സർവേ ജന്തവഹ, എല്ലാ ജന്തുക്കളും. ഉകാരാന്തമാണ് ജന്തു, ഊയിൽ അവസാനിക്കുന്നത്. സർവേ ജന്തവഹ പ്രിയവാക്യപ്രധാനേന തുഷ്യന്തി. തുഷ്യന്തി എന്ന് പറഞ്ഞാൽ എന്താ? തുഷ്യന്തി സന്തോഷിക്കുന്നു. തുഷ്യന്തി അത് പ്രഥമ പുരുഷനാണ്. പ്രഥമ പുരുഷ ബഹുവചനം. തുഷ്യതി, തുഷ്യതഃ, തുഷ്യന്തി. തുഷ്യതി, തുഷ്യന്തി എന്താണ്? തുഷ്യതി, തുഷ്യതഃ, തുഷ്യന്തി. തുഷ്യതി, തുഷ്യതഃ, തുഷ്യന്തി സന്തോഷിക്കുന്നു. അപ്പൊ ഇവിടെ തുഷ്യന്തി എന്താണ്? ബഹുവചനമാണ്. പ്രഥമ ബഹുവചനം. ഇത് ഏകവചനം, ഇത് ദ്വിവചനം. സർവേ ആയതുകൊണ്ടാണ് ബഹുവചനം വന്നത്. സർവേ ബഹുവചനമല്ലേ. സർവേ ജന്തവഹ അത് ബഹുവചനമല്ലേ. അപ്പൊ സർവേ ജന്തവഹ തുഷ്യന്തി. എന്തിനാണ് തുഷ്യന്തി? പ്രിയവാക്യപ്രധാനേന. പ്രിയവാക്യം, പ്രിയമായ വാക്യം എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ മധുരമായി സംസാരിക്കുമല്ലോ. ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുക ഒന്നും അല്ല. പ്രിയമായ, ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക. പ്രിയവാക്യപ്രധാനേന. പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നൽകുക, കൊടുക്കുക. പ്രധാനേന ഏത് വിഭക്തിയാണ്? തൃതീയ. ഇതിനകത്ത് കൂടുതൽ തൃതീയാണ് വന്നിരിക്കുന്നത്. അപ്പം പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി. തസ്മാത്, തസ്മാത് തസ്മത് ശബ്ദമാണ്. തച്ഛബ്ദമാണ്. തച്ഛബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് സഹ തൗ തേ തം തൗ താൻ തേന താഭ്യം തൈഹി തസ്മൈ താഭ്യം തേഭ്യ തസ്മാത് താഭ്യാം തേഭ്യ. തസ്മാത് ഏത് വിഭക്തി? പഞ്ചമിയാണ്. പഞ്ചമിയുടെ അർത്ഥം അതിൽ നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫ്രം എന്നുള്ള അർത്ഥം. തസ്മാത് തദേവ വക്തവ്യം. കിമേവ വക്തവ്യം? എന്ത് പറയണം? തദേവ അത് തന്നെ പറയണം. വക്തവ്യം, വി ഹാവ് ടു ടെൽ. എന്ത് പറയണം? പ്രിയവാക്യം അല്ലേ. അപ്പോൾ പ്രിയവാക്യം ഏവ വക്തവ്യം. വചനേ കാ ദരിദ്രത. വചനേ വാചകത്തിൽ കാ ദരിദ്രത. എന്താണ് ദാരിദ്ര്യം? എന്തിനാണ് ദാരിദ്ര്യം കാണിക്കുന്നത്? മിണ്ടാതിരിക്കും, സംസാരിക്കില്ല, ആവശ്യമില്ലാത്ത കാര്യം മാത്രം സംസാരിക്കും. അപ്പം പ്രിയവാക്യപ്രദാനം ചെയ്യാൻ വാക്കുകൾ നല്ല. എന്തിനാണ് ദാരിദ്ര്യം കാണിക്കുന്നത് എന്ന്. അപ്പം സദാ നമ്മൾ എന്ത് ചെയ്യണം? മധുര സംഭാഷണം ചെയ്യുക എന്നാണ്. മധുരമായി സംസാരിക്കുക എന്നാണ്. അടുത്ത അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഭാവാർത്ഥം: മധുരഭാഷണേന സർവേ അപി പ്രാണിനഃ അസ്മാകം സർവാണി മിത്രാണി മാതാ പിതാ ഭ്രാതാ ഇത്യാദയഃ പ്രസന്നാഃ ഭവന്തി. ഭവന്തി, പ്രസന്നാഃ ഭവന്തി. ഭവന്തി എന്ന് പറഞ്ഞാൽ ഭവതി, ഭവതഃ, ഭവന്തി. അത് പ്രഥമ പുരുഷ ഇതുപോലെ ബഹുവചനമാണ്. ഭവന്തി എന്താണ്? കേ പ്രസന്നാഃ ഭവന്തി. പ്രസന്നാഃ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരാകുന്നു, സന്തോഷിക്കുന്നു. കേ ആര്?
അസ്മാകം സർവാണി മിത്രാണി. മിത്രാണി, മിത്രം, മിത്രേ, മിത്രാണി. അത് പ്രഥമ വിഭക്തി. ദ്വിതീയ വിഭക്തി അങ്ങനെ തന്നെ വരുന്നത്. മിത്രം, മിത്രേ, മിത്രാണി. മിത്രങ്ങൾ. മിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്സ്. കസ്യ മിത്രാണി? അസ്മാകം. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ. അത് ഏത് വിഭക്തി? ഷഷ്ടി ബഹുവചനം. അസ്മാകം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്മാകം സർവാണി മിത്രാണി. ഇവിടെ സർവാണി പ്രഥമ ബഹുവചനം. മിത്രാണി, മിത്രം, മിത്രേ, മിത്രാണി. മിത്രം എന്നുള്ളത് എന്ത് പിന്നെ ജെൻഡറാണ്. അതായത് പിന്നെ നപുംസകലിംഗമാണ്, ന്യൂട്രൽ ജെൻഡർ. മിത്രം, മിത്രേ, മിത്രാണി എന്നാണ് പ്രഥമം വരുന്നത്. മിത്രം, മിത്രേ, മിത്രാണി. മിത്രം, മിത്രേ, മിത്രാണി. മിത്രം, മിത്രേ, മിത്രാണി. മിത്രങ്ങൾ. അപ്പൊ സർവേ മിത്രാണി. കസ്യ മിത്രാണി? അസ്മാകം നമ്മളുടെ. മിത്രാണി മാതാ അമ്മ, പിതാ അച്ഛൻ, ഭ്രാതാ ബ്രദർ, ഇത്യാദയ. ഇതി പ്ലസ് ആദേയാണ് ഇത്യാദയ. ഇവരെല്ലാവരും, ആദി മുതലായവർ. പ്രസന്നാഹ ഭവന്തി. എന്തുകൊണ്ടാണ് പ്രസന്നരാകുന്നത്? മധുരഭാഷണേന, മധുരമായി സംസാരിക്കുന്നതുകൊണ്ട്. സർവേഭി പ്രാണി, മധുരമായി സംസാരിച്ച എല്ലാ പ്രാണികൾക്കും എല്ലാവർക്കും എന്താണ്? സന്തോഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആനിമൽസ് ആയാലും അവരോട് നല്ല സ്നേഹമായിട്ട് നല്ല അവർക്ക് ഭയങ്കര സ്നേഹം കാണിക്കില്ല. ഉദാഹരണം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്, ഡോഗ് തന്നെ എന്താണ് നല്ല നമ്മൾ സ്നേഹം കാണിക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ മധുരഭാഷണേന കാപി ഹാനിഹി നാസ്തി. മധുരഭാഷണേന തൃതീയ ബഹുവചനം. ഞാൻ പറഞ്ഞു ഈ പാഠത്തിൽ കൂടുതലും തൃതീയാണ്, ആൽ എന്നുള്ള അർത്ഥമാണ്. മധുരഭാഷണേന, മധുരഭാഷണത്താൽ, സംസാരത്താൽ. കാപി ഹാനി, കാ പ്ലസ് അബിയാണ്. കാപി എന്ത്? ഹാനിഹി. ഹാനി എന്താണ്? ദോഷം. എന്താ ദോഷം? അതിനൊരു ദോഷവും ഇല്ല എന്നാണ്. ഹാനി ദോഷ നാസ്തി. ന പ്ലസ് അസ്തിയാണ്. നാസ്തി. പ്ലസ് അസ്തി. പ്ലസ് അസ്തിയാണ് നാസ്തി. ഒരു ദോഷവും ഇല്ല എന്നാണ്. എന്തിന് ദോഷമില്ലാന്ന്? മധുരഭാഷണേന കാപി നാസ്തി. കാപി ഹാനിഹി നാസ്തി. അതഃ സോ സർവദാ മധുരഭാഷണം ഏവ കരണീയം. മധുരഭാഷണം ഏവ കരണീയം. സോ വി ഹാവ് ടു ടെൽ അല്ലെങ്കിൽ സ്പീക്ക് മധുരഭാഷണം, സ്വീറ്റ് വേർഡ്സ്. നമ്മൾ അങ്ങനെ സംസാരിക്കാവുന്നതാണ്. മധുരഭാഷണേ കഥാപി സങ്കോചഃ ന കരണീയഃ. കഥാപി ഒരിക്കലും. ന സങ്കോചഃ. സങ്കോചമേ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെക്കുറിച്ച് ലജ്ജിക്കണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ സംശയിക്കണോ ഒന്നും വേണ്ട. മധുരഭാഷണം മതി. കഥാപി സങ്കോചഃ ന കരണീയഃ. ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെന്താ മനസ്സിലായത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മധുരഭാഷണം. ആരോട്? സർവേ ജന്തുക്കളോട്. അതായത് മധുരഭാഷണം സർവേ അഭി പ്രാണികൾ എന്ത് ചെയ്യുന്നു? എല്ലാം സന്തോഷിക്കുന്നു ഇതൊക്കെ കേട്ടാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് എന്ത് ചെയ്യണം? മധുരഭാഷണം ചെയ്യണം എന്നാണ് ഇത് പറയുന്നത്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ റിപുഃ നാസ്ത്യുദ്യമ സമോ ബന്ധുഃ കൃത്വാ യം നാവസീദതി. സ്പ്ലിറ്റ് ചെയ്യാം. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥഃ, അതാണ് ശരീരസ്ഥോ, മഹാൻ റിപുഃ നാസ്ത്യുദ്യമ സമോ, നാസ്തി പ്ലസ് ഉദ്യമ സമഃ, ബന്ധുഃ കൃത്വാ യം ന അവസീദതി. അടുത്ത ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥഃ മഹാൻ റിപുഃ അസ്തി, ഉദ്യമസമഃ ബന്ധുഃ നാസ്തി, യം ഉദ്യമം കൃത്വാ ന അവസീദതി. അപ്പൊ എന്താ ആലസ്യം? ആലസ്യം എന്ന് പറഞ്ഞാൽ മടി, ലേസിനെസ്. ആലസ്യം ഹി, ആലസ്യമാകട്ടെ, മനുഷ്യാണാം മനുഷ്യസ്യ മനുഷ്യയോഹോ മനുഷ്യാണാം. ഏത് വിഭക്തിയാണ്? ഷഷ്ടി ബഹുവചനം. മനുഷ്യസ്യ മനുഷ്യനുടെ, മനുഷ്യസ്യ ഏകവചനം, മനുഷ്യയോഹോ ദ്വിവചനം,
മനുഷ്യാണാം. മനുഷ്യാണാമാണെന്ത്? ബഹുവചനം, ഷഷ്ടി ബഹുവചനം. മനുഷ്യരുടെ, ഉടേ, ഇന്റെ, ഉടേ, നെക്ക് എന്നൊക്കെയാണ് ഷഷ്ടിയുടെ അർത്ഥം. എല്ലാ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മനുഷ്യസ്യ, മനുഷ്യ എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോൾ മനുഷ്യസ്യ മഹാൻ രിപുഹു. രിപു ആരാണ്? എനിമി, ശത്രു. മനുഷ്യസ്യ മഹാൻ രിപുഹു കഹ. ആരാണ്? ആലസ്യം. ആലസ്യമാണ്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥഃ. ശരീരസ്ഥഃ, ശരീരത്തിന്റെ. മഹാൻ രിപുഹു. അത് കഴിഞ്ഞിട്ട് ഉദ്യമസമഃ ബന്ധുഹു നാസ്തി. ഉദ്യമഃ, ഉദ്യമസമഃ എന്ന് പറഞ്ഞാൽ ഉദ്യമഃ, ഉദ്യമത്തിന് സമമായില്ല. ഉദ്യമം എന്താണ്? പരിശ്രമം, നമ്മുടെ ശ്രമം, പരിശ്രമം. ഉദ്യമസമഃ ബന്ധുഹു, നമ്മുടെ ബന്ധു. അസ്മാകം ബന്ധുഹു കഹ? ഉദ്യമഃ. അസ്മാകം ശത്രുഹു കഹ? ആലസ്യം. മനസ്സിലായി? അപ്പം ശത്രു ആലസ്യം, ബന്ധു ഉദ്യമം. ഉദ്യമം പറഞ്ഞാൽ പരിശ്രമം. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, മടി പിടിച്ചിരിക്കാതെ. ഉദ്യമം കൃത്വ ന അവസീദതി. ഉദ്യമസമഃ ബന്ധു നാസ്തി. ഉദ്യമം പോലുള്ള ഒരു ബന്ധു വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉദ്യമമാണ് ബന്ധു. ഉദ്യമം കൃത്വ, ഉദ്യമം കൃത്വ, അത് ചെയ്തിട്ട് ന അവസീദതി, ദുഃഖിക്കേണ്ടി വരില്ല. എന്താ കാരണം? നമ്മൾ പരിശ്രമത്തിന് എപ്പോഴും ഫലം കിട്ടും അല്ലേ? എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ട്. വെറുതെ മടി പിടിച്ചിരുന്നാൽ അതിനെന്തെങ്കിലും ഫലമുണ്ടോ? വെറുതെ ഇരിക്കാന്നേ ഉള്ളൂ. നമുക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പരിശ്രമം കൃത്വ ന അവസീദതി. ന പ്ലസ് അല്ല, ന പ്രത്യയമുണ്ട്. ന അവസീദതി. അവസീദതി ദുഃഖിക്കുക. ന അവസീദതി ദുഃഖിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ഇത് പറയുന്നത്. അതിന്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ആലസ്യം ഏവ മനുഷ്യസ്യ ശരീരേ വിദ്യമാനഃ മഹാൻ രിപുഃ അസ്തി. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥി. ഇത് നോക്കി, ഇത് തൂലികയാണ്. തൂലിക അസ്ഥി. തൂലിക ഉണ്ട് എന്ന് കാണിക്കുകയാണ് അസ്ഥി. പിന്നെ അതായത് തൂലിക അസ്ഥി, അസ്ഥി. അപ്പൊ അസ്ഥി എന്നുള്ളത് ലട്ടാണ്, പരസ്മൈപതിയാണ്, അസ് ധാതുവാണ്. അസ്ഥി, അസ്ഥി. അസ് ധാതുഹു, അസ് ധാതുഹു പരസ്മൈപതി. ഞാൻ പരസ്മൈന്ന് എഴുതുന്നുള്ളൂ. ലട്ട്, ലട്ട് ഷോസ് എന്താ? ലട്ട് എന്തിനെ കാണിക്കുന്നത്? വർത്തമാനകാലം, പ്രസന്റ്. ലട്ട് പ്രഥമ പുരുഷ ഏകവചനം. ബാക്കി രൂപങ്ങൾ എങ്ങനെ? അസ്ഥി ഏകവചനം, സ്തഹ ദ്വിവചനം, സന്ധി ബഹുവചനം. മനസ്സിലായില്ലേ? പുസ്തകം അസ്തി, പുസ്തകമുണ്ട്. പുസ്തകം അസ്തി, പുസ്തകേ സ്തഹ. പുസ്തകാനി കൂടുതലുണ്ടെങ്കിലോ? പുസ്തകാനി സന്തി. അപ്പോൾ ഇവിടെ ആലസ്യം ഏവ മനുഷ്യസ്യ ശരീരേ വിദ്യമാനഃ. അവിടെ ഉള്ള, ശരീരത്തിലുള്ള. മഹാൻ രിപുഃ അസ്തി. മഹാൻ രിപുവാണ്, വലിയൊരു ശത്രുവാണ്. തദേവ അസ്മാകം കാര്യസ്യ സമ്പാദനേ അവരോധക ഭവതി. തദേവ, തത് പ്ലസ് ഏവ, അതെന്ത്? അത് തന്നെയാണ്. തത് മീൻസ് ആലസ്യം. ഏത്? നേരത്തെ പറഞ്ഞ ആലസ്യം. അസ്മാകം, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളുടെ കാര്യസ്യ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ, കാര്യസ്യ സമ്പാദന, കാര്യം നടക്കാൻ വേണ്ടുമ്പോൾ, അവരോധക, അവരോധന തടസ്സപ്പെടുത്തുന്ന കാരണമാണ് എന്ത്? എന്താ? ആലസ്യം. അപ്പോൾ അവരോധകം സമ്മതിക്കാതിരിക്കുക, നമ്മൾ ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുക. പരിശ്രമ ഏവ അസ്മാകം വാസ്തവികം മിത്രമസ്തി. വാസ്തവികം മിത്രം, വാസ്തവത്തിലുള്ള മിത്രം കഹ? പരിശ്രമ. നമ്മൾ പരിശ്രമം ചെയ്യുക. യഹ പരിശ്രമം കരോതി സഹ കദാപി ദുഃഖം ന പ്രാപ്നോതി. യഹ പരിശ്രമം കരോതി. ആരാണോ പരിശ്രമം ചെയ്യുന്നത്, പരിശ്രമിക്കുന്നത്, സഹ കദാപി ഒരിക്കലും, ഒരിക്കലും ദുഃഖം ന പ്രാപ്നോതി. അവൻ ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. അപ്പൊ മനസ്സിലായില്ലേ മിത്രത്തിന്റെയും ശത്രുവിന്റെയും ഇത്? അപ്പൊ മിത്രം ആരാണ്? പരിശ്രമം. ശത്രു ആരാണ്? ആലസ്യം. ഇനി അടുത്ത പേജ് നമ്പർ 21 ലാസ്റ്റുള്ള പിന്നെ സുഭാഷിതമാണ്. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. അഷ്ടാദശ
പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. അധികം സ്പ്ലിറ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. അന്വയം 18 പുരാണേഷു വ്യാസസ്യ വചനദ്വയം അസ്തി. 18 എത്രയാണ്? അഷ്ട എത്രയാണ്? 8. ദശ എത്രയാണ്? 10. 18 18 18. എത്ര പുരാണങ്ങളുണ്ട്? 18 പുരാണങ്ങളാണല്ലേ. 18 പുരാണേഷു. പുരാണേഷു ഏത് വിഭക്തിയായിട്ട് വരും? പുരാണേഷു ബാലേഷു രാമേഷു ഒക്കെ ഏതാ? സപ്തമി ബഹുവചനമാണ്. പുരാണേ പുരാണയോഹോ പുരാണേഷു എന്നാണ്. പുരാണേഷു സപ്തമി ബഹുവചനം. പുരാണങ്ങളിൽ ഇല്ലെന്നുള്ള അർത്ഥമാണ്. 18 പുരാണേഷു വ്യാസസ്യ വചനദ്വയം. വ്യാസസ്യ ആരാ? കഹ വ്യാസഃ? വ്യാസഃ വേദവ്യാസഃ കഹ? നമ്മുടെ ഇതിഹാസമായ എന്താണ്? മഹാഭാരതം എഴുതിയ ആളാണ് അല്ലേ വ്യാസൻ. അപ്പോൾ വ്യാസസ്യ, അത് ഷഷ്ടി ഏകവചനം. വ്യാസസ്യ വ്യാസന്റെ. വ്യാസസ്യ വചനദ്വയം 2 വാക്കുകളാണ് വ്യാസൻ പറയുന്നത്. ഏതൊക്കെയാണ്? പരോപകാരഃ പുണ്യായ. പരോപകാരഃ പരോപകാരന് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. അത് പുണ്യായ പുണ്യത്തിന് വേണ്ടിയാണ്. പുണ്യായ എന്നുള്ളത് ചതുർത്ഥി ഏകവചനമാണ്. പുണ്യം വേണ്ടി, അതിൻ്റെ ചതുർത്ഥിയുടെ പ്രത്യേകം തന്നെ അതിനായിക്കൊണ്ട്, വേണ്ടി, ഫോർ എന്നൊക്കെ അർത്ഥം. അപ്പോൾ പരോപകാര പുണ്യായ. പരോപകാര കിമർത്ഥം? പുണ്യായ ഭവതി. ഇനി പാപായ പരപീഡനം. പരപീഡനം എന്താണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതാണെന്ത്? അത് പാപായ പാപത്തിനായിക്കൊണ്ടാണ്. അതും എന്താണ്? ചതുർത്ഥി ഏകവചനം. അപ്പൊ പുണ്യായ പാപായ രണ്ടും ചതുർത്ഥി ഏകവചനം. അപ്പൊ പരോപകാര പുണ്യായ പരപീഡനം പാപായ ഭവതി. ഇത് ഈസിയല്ലേ? ഇനി ഭാവാർത്ഥം മഹർഷേः വേദവ്യാസസ്യ 18 പുരാണാനാം സാരഃ വചനദ്വയേ അസ്തി. മഹാഭാരതത്തിലെ വേദവ്യാസത്തിന് 18 പുരാണാനാം സാരഃ. അതിന്റെ സാരം തന്നെ എന്താണ്? 2 കാര്യങ്ങളാണ് അതിന്റെ സാരം. ഏതിന്റെ? 18 പുരാണങ്ങളിൽ. ഒന്ന്, പരേഷാം ഉപകാരേണ പുണ്യം ഭവതി. പരേഷാം എന്താണ്? അത് ഷഷ്ടി ബഹുവചനം. കന്യന്മാർക്ക് ഉപകാരേണ, ഉപകാരേണ തൃതീയ ഏകവചനം. ഉപകാരം ചെയ്താൽ എന്ത് കിട്ടും? പുണ്യം ഭവതി. പുണ്യം എന്താണ്? നല്ല ഫലം. നമ്മൾ ചെയ്താൽ, നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല ഫലം കിട്ടുമെന്ന് കാണിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? പരേഷാം പീഡനേന. പരേഷാം മറ്റുള്ളവരെ പീഡനേന, അതും തൃതീയ ഏകവചനം. പീഡിപ്പിക്കുകയാണെങ്കിൽ, പീഡിപ്പിക്കാൻ തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ പാപം ഭവതി, അത് പാപവുമാണ്. അപ്പം പുണ്യം പാപം. പുണ്യത്തിന്റെ വിപരീത ഓപ്പോസിറ്റാണ് പാപം. അതഃ സോ അസ്മാഭിഃ സർവദാ പരോപകാരഃ കരണീയഃ. സർവദാ, എപ്പോഴും, സർവദാ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? പരോപകാരഃ കരണീയഃ. ആരാൽ? അസ്മാഭിഃ. നേരത്തെ ഞാൻ പറഞ്ഞു, അസ്മാഭിഃ ഏതാ? തൃതീയ ബഹുവചനം. മയാ ആവാഭ്യം അസ്മാഭിഃ. ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അന്വേഷാം പീഡനം കഥാപി ന കരണീയം. അന്വേഷാം മറ്റുള്ളവർക്ക് പീഡനം കൊടുക്കുന്നത് കഥാപി ന കരണീയം. നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഇത്. അപ്പം മനസ്സിലായി. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ലെസൺ തീർന്നു. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് അടുത്ത ഒരു ക്ലാസ് കഴിഞ്ഞാൽ, ഇപ്പം ഇത് ഫസ്റ്റ് ടേമിലുള്ള പാഠങ്ങളാണല്ലേ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സെക്കൻഡ് ടേമിലെ ലെസൺ തുടങ്ങി. 8th ലെസൺ തൊട്ടാണ് സെക്കൻഡ് ടേം. അതുകൊണ്ട് അടുത്ത ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞാൽ 8th ലെസണാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടല്ലോ, ഏത് ക്ലാസ് എടുക്കണം എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.